ജാതിക്കും മതത്തിനും അപ്പുറമുള്ള പരസ്പര സഹായം നൂറ്റാണ്ടുകൾ പിന്നിട്ട് താനൂരിലെ കുറിക്കല്യാണം. താനൂർ തീരദേശത്ത് തുടങ്ങിവച്ച കുറിക്കല്യാണം നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും തുടരുന്നുണ്ട്. താനൂരിൻ്റെ ചരിത്രശേഷിപ്പ് കൂടിയാണ് ഈ കുറിക്കല്യാണ സമ്പ്രദായം. മേശയിട്ട് കാർഡുകളുമായി രേഖപ്പെടുത്താനിരിക്കുന്ന നടത്തിപ്പുകാരും കുറിയെടുത്ത് സാമ്പത്തികമായി സഹായിക്കാനെത്തുന്ന നാട്ടുകാരും താനൂരിലെ പഴമ ചോരാത്ത കാഴ്ചകളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സമ്പ്രദായം. അത് ഇന്നും ഒരു മുടക്കവും കൂടാതെ യാതൊരു പരാതികളും കൂടാതെ തുടർന്നുവരുന്ന താനൂർ ജനത. നൂറ്റാണ്ടുകളും തലമുറകളും എത്ര പിന്നിട്ടാലും സമൂഹത്തിന്റെ നന്മയ്ക്ക് വളമാകുന്ന സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും ആചാരങ്ങളും കാണുവാനും അനുഭവിക്കാനും ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. അങ്ങനെ താനൂരിൽ കണ്ടുവരുന്ന 100 വർഷത്തിലധികം പഴക്കമുള്ള കുറിക്കല്യാണത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയിലെ പലർക്കും അറിയണമെന്നില്ല. പണ്ട് ചായ സൽക്കാരം എന്ന പേരിൽ പീടിക തിണ്ണകളിലും തീരദേശങ്ങളിലും നടത്തിവന്നിരുന്ന ഈയൊരു സമ്പ്രദായം പ്രധാനമായും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണ്. ഇപ്പം ഈ തീരദേശം മാത്രമേ നടക്കുന്നുള്ളൂ. പരപ്പനങ്ങാടി നടക്കുന്നുണ്ട്, താനൂര് നടക്കുന്നുണ്ട്, പിന്നെ ഈ മറ്റേ കല്യാണത്തിന് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയാപ്പിള കല്യാണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിൻ്റെ കാര്യത്തിൽ ഈ കല്യാണം നടക്കുന്നില്ല. ഇത് ഇങ്ങനെ ഒരു ചെലവില്ലാതെ നടക്കും. മറ്റേ കല്യാണമാണെങ്കിൽ പിന്നെ ഒരു ചെക്കൻ്റെ കല്യാണമാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും വിളിക്കും, അങ്ങനെ കൊടുക്കും. അതായത് ഇതിൻ്റെ ആവശ്യക്കാർ നമ്മളെ വന്ന് സമ്മതിച്ചു. അത് നിങ്ങളാണോ ആവശ്യമെങ്കിൽ നിങ്ങൾ വന്ന് കാര്യം ഡേറ്റ് കണ്ടിട്ട് നടത്തണമെന്ന് പറയും. അപ്പം അതിനുള്ള കാർഡ് നമ്മൾ ഈ കാർഡ് നമ്മൾ എൻ്റെ അയച്ചിട്ടാ ഇത് കണ്ടോളൂ. ഈ കാർഡ് വെച്ചിട്ട് അടിച്ചു. ഈ കാർഡ് വെച്ചിട്ട് അടിച്ചിട്ട് ഇത് 2 ആഴ്ച മുമ്പ് ഈ കാർഡ് ഞങ്ങൾ കയ്യിൽ കിട്ടും. അപ്പം ഇതേ ഓരോ ആളുകളും ഇത് സംഖ്യയാണ്, തരാനുള്ള സംഖ്യയാണ്. ഇങ്ങനെ ഈ കാർഡ് മേലെ എഴുതും, ഓരോ വ്യക്തിൻ്റെ പേരും ഈ കാർഡ് മേലെ എഴുതും. എന്നിട്ട് ആ കാർഡ് ആ വ്യക്തികൾക്ക് വിതരണം ചെയ്യും. മനസ്സിലായോ ഞാൻ പറയുന്നത് പോകുന്നുണ്ട്? ഇല്ല, ആ കാർഡ് അവർ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ അവരിവിടെ വരും, എല്ലാവരും ഇവിടെ വരും. ഈ കാർഡിലുള്ളവർ മൊത്തം ഇവിടെ വരും, വന്നിട്ട് അന്വേഷിക്കും ഞാൻ എത്ര തരാനുണ്ട്. അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും ഇത്ര ഉറുപ്പ്യ തരാനുണ്ട് എന്ന് പറയും. അപ്പോൾ അവരത് തന്നിട്ട് അതിൽ കൂടുതൽ പറ്റാവുന്നതാണെങ്കിൽ അതെടുത്തിട്ട് പോകും, കൂടുതൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കൂടുതൽ വെച്ചിട്ട് പോകും. ഒരു പ്രദേശത്തെ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ കുറിക്കല്യാണം സംഘടിപ്പിക്കും. എല്ലാ ആഴ്ചകളിലെയും വെള്ളിയാഴ്ച ദിവസമാണ് കുറിക്കല്യാണം നടത്തുന്നത്. ഒരു വീട് വെക്കുന്ന ആവശ്യമുണ്ടാവും, ചിലപ്പോൾ ഒരു ഭൂമി എടുക്കുന്ന ആവശ്യമുണ്ടാവും, പല ആവശ്യങ്ങളുണ്ടാവും. മുമ്പ് ചായ കല്യാണമായിരുന്നു, അങ്ങനെ ചായ ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു, സെറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, ചായമൊന്നുമില്ല. ഇത് പൈസ വെച്ച് പോകാൻ മാത്രമേ. കുറിക്കല്യാണത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുറിയെടുത്ത് തങ്ങളാൽ കഴിയുന്ന പണം നൽകാം. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത തലമുറ ഇത് ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. ഇതിങ്ങനെ ബാക്കിൽ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരും ഇത് പ്രായം ചെല്ലുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണ എത്രയോ ആൾക്കാരുണ്ട്. ഇത് വന്ന് കൂടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഇത്. അതായത് കാലങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു മുടക്കവും വരുത്താതെ ഇന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും താനൂർ ബീച്ച് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കുറിക്കല്യാണം കാണാൻ കഴിയും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഏക ആശ്രയമാണ് ഈ കുറിക്കല്യാണം. അതിന് യാതൊരു കോട്ടവും വരുത്താതെ ഇന്നും നിലനിർത്തി കൊണ്ടുവരുന്നത് ഏറെ മനോഹരമായ കാര്യവും പലരുടെയും പ്രതീക്ഷകളും കൂടിയാണ്.